പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഓരോ തിരഞ്ഞെടുപ്പിലും ഒരു കൂട്ടം ജനപ്രതിനിധികൾ ജയിക്കുന്നു, മറ്റൊരു കൂട്ടം ജനപ്രതിനിധികൾ തോൽക്കുന്നു. തോറ്റവർക്കും ജയിച്ചവർക്കും തുറന്നുള്ള 5 വിലപ്പെട്ട വർഷങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനും സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള വികസനത്തിനും നിങ്ങൾ ശക്തമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകം വളരെ മാറിയിരിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അത് വളരെ പെട്ടെന്ന് പ്രസിദ്ധമാകും. അത്രമാത്രം ശക്തമാണ് സോഷ്യൽ മീഡിയ. എത്ര നല്ലത് ചെയ്താലും കുറച്ച് പേർ വിമർശിച്ചു എന്ന് വരും. ഒരു നേതാവിന് ശരിയായ ദിശാബോധമുണ്ടാകാൻ വിമർശനങ്ങൾ വളരെ നല്ലതാണ്. ഈ 5 വർഷം ജനങ്ങൾക്ക് പ്രയോജനകരമായ വികസന പ്രവർത്തനങ്ങൾ പരമാവധി ഇരുപക്ഷക്കാരെയും ഒരുമിച്ച് കൂട്ടി നടത്തിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. എല്ലാവർക്കും ഉപകാരമുണ്ടാകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. സോഷ്യൽ മീഡിയ വഴിയും മറ്റും പരസ്പരം ചെളി വാരി എറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മുടെ സമയവും പണവും വിലയും നഷ്ടപ്പെടുത്താനേ ഉപകരിക്കൂ. നന്മ ചെയ്യുക, നന്മ പറയുക, നന്മ ചിന്തിക്കുക. സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായവരെ എന്ത് വില കൊടുത്തും കൈപിടിച്ചുയർത്തുക. 5 വർഷം നിങ്ങൾ ജനകീയ നായകന്മാരായി പ്രവർത്തിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കും. ഓർമ്മയിരിക്കട്ടെ, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പ്രതിനിധീകരിച്ചിരിക്കുന്ന ചെറിയവരും വലിയവരുമായ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിങ്ങൾ വാഴണം. അവരുടെ ഹൃദയങ്ങളെ ജാതി മത വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഉയർച്ച താഴ്ചയില്ലാതെ നിങ്ങൾ നേടണം. അതിനായി രാവും പകലും കഠിനാധ്വാനം ചെയ്യണം. ഒരു കാര്യം ഓർമ്മിക്കട്ടെ, എത്ര ശ്രമിച്ചാലും 2-3 നേരം മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാൻ സാധിക്കൂ. ജീവിതത്തിൽ എത്ര വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈ ഭൂമിയിലെ വെറും വഴി പോകുന്നവർ മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും പോകാം. ആ സമയത്ത് ജനങ്ങൾ നമ്മളെയും തലമുറകളെയും ശപിക്കരുത്. ഓരോരുത്തരുടെ കണ്ണിൽ നിന്നും നന്ദി സൂചകമായി ഒരു തുള്ളി കണ്ണുനീർ പൊടിയാനിടയാകണം കേട്ടോ. ജനങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കണം, ഈ വ്യക്തി കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഒരു മുഖ്യമന്ത്രിയെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതിന് യോഗ്യനായ ഒരാളെ എല്ലാവരും കൂടി ഒത്തൊരുമയോടെ സന്തോഷത്തോടെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഓരോ മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുക. നല്ല ഭരണം കാഴ്ചവെക്കുക. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവം എല്ലാവർക്കും സൽബുദ്ധി തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.